പുതിയ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് മൊബൈലിൽ സെറ്റ് ചെയ്യുന്ന പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമ്മുടെ മൊബൈലിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. പഴയ മൊബൈലാകട്ടെ പുതിയ മൊബൈലാകട്ടെ ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ അല്ലാത്ത മൊബൈലിലും നമുക്ക് ലോക്ക് സ്ക്രീനിൽ, അതായത് മൊബൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഡിസ്പ്ലേയിൽ ഇങ്ങനെ ക്ലോക്ക് തെളിഞ്ഞ് വരുന്ന ആ ഒരു സംഭവം നമ്മുടെ മൊബൈലിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും പല ആളുകൾക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണുക. ഇവിടെ ലെറ്റ്സ് ഗോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അലൗ നോ എന്ന ഭാഗം ഇവിടെ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കാണാൻ സാധിക്കും. അവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ അലോ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ സംഭവം ഓൺ ആയിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കേഴ്സ്, അതുപോലെ തന്നെ വാച്ച് ഫേസ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, ഫോൺ സ്റ്റൈല്, ഡേറ്റ് ആൻഡ് സ്റ്റൈൽ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വാച്ച് ഫേസ് എന്ന ഭാഗത്ത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള ക്ലോക്കാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വെക്കേണ്ടത് അത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ക്ലോക്ക് തിരഞ്ഞെടുത്തു. അതിനുശേഷം ഞാനിവിടെ സേവ് കൊടുക്കുകയാണ്. പരസ്യങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി, അത് ഓഫ് ആയിക്കോളും. അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എഡ്ജ് ലൈറ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ പ്രകാശിക്കുന്ന ഒരു സംഭവം ഇതിലൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എഡ്ജ് ലൈറ്റിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏത് തരത്തിലുള്ള ലൈറ്റാണ് വേണ്ടത്, അതിൻ്റെ കളേഴ്സ് എങ്ങനെയാണ്, അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ വാച്ച് ഫേസ് കസ്റ്റമൈസേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച ക്ലോക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ക്ലോക്കിൻ്റെ സ്റ്റൈലുകളൊക്കെ മാറ്റാൻ സാധിക്കും. ഇവിടെ ക്ലോക്കിൻ്റെ ആ ഒരു സൈസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എത്ര വലുതാണോ ചെറുതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു ക്ലോക്കിൻ്റെ കളേഴ്സ് നമുക്ക് മാറ്റാൻ സാധിക്കും. സെക്കൻഡ് സൂചിയുടെ കളറ്, അല്ലെങ്കിൽ സെക്കൻഡിൻ്റെ ആ ഒരു ഡിസ്പ്ലേയുടെ കളറ്, മണിക്കൂറിൻ്റെ കളറ്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാണ്. ഞാനിവിടെ ലോക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് ക്ലോക്ക് കാണാൻ സാധിക്കും. ഇപ്പം രാത്രി സമയങ്ങളിലൊക്കെ മൊബൈൽ തൊടാതെ തന്നെ നമുക്ക് മൊബൈലിലുള്ള സമയം എത്രയാണെന്ന് അറിയാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് ഇവിടെ എനബിൾ ആണ്. അതായത് ഫ്ലാഗ്ഷിപ്പ് മൊബൈലിലൊക്കെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ മൊബൈലിൽ ഇല്ല എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഇത് എനബിൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ സെക്കൻഡിൻ്റെ ടൈമോ അതുപോലെ തന്നെ മണിക്കൂർ ടൈമും അതിൻ്റെ കളേഴ്സുകളൊക്കെ നമുക്ക് മാറ്റാം. ഇവിടെ സ്റ്റിക്കേഴ്സുകൾ നമുക്ക് ആഡ് ചെയ്യാം. നമുക്കൊരു മെസ്സേജോ നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും വരുമ്പോൾ ഇവിടെ എഡ്ജ് ലൈറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഡ്ജ് ലൈറ്റ് ഇവിടെ ആ ഒരു പല കളറിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.